ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് പാച്ചുക്കുട്ടിക്ക് ഓണാഘോഷമാണ് സ്കൂളിൽ. അപ്പോൾ പാച്ചുവിനെ ഓണാഘോഷത്തിന് പറഞ്ഞയക്കണം, നല്ല സുന്ദരനായിട്ട് റെഡിയാക്കി പറഞ്ഞു വിടാനുണ്ട്. അതുപോലെ നമ്മുടെ പൂക്കളൊക്കെ പെട്ടെന്ന് തന്നെ ഇട്ട് തീർക്കാൻ വേണ്ടി വണ്ടി വരുമ്പോഴത്തേന് എല്ലാ പണിയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു തത്രപ്പാട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ ഇട്ടുണ്ട്. ഇങ്ങനെയാണ് ഇന്നത്തെ പൂക്കളം. അത് കഴിഞ്ഞ് ഇതേ പാച്ചുവിനെ റെഡിയാക്കിയിട്ടുണ്ട്. മുണ്ടൊക്കെ ചുറ്റിയിട്ടാണ് ആശ ഇന്ന് സ്കൂളിലേക്ക് പോകണം കേട്ടോ. മുണ്ട് ചുറ്റിയിട്ട് നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മൂപ്പര് പോയി വണ്ടി വന്ന് അതിൽ പറഞ്ഞു വിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടിയിട്ട് സ്കൂളിലേക്ക് പോയി കേട്ടോ. എന്താ അവിടെ ചെന്നിട്ടുള്ള ഒരു ഓണാഘോഷം, ആദ്യത്തെ ഓണാഘോഷമാണ് അവൻ ഈ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ വന്നിട്ട്. ചെന്ന് നോക്കുമ്പോൾ മുണ്ടൊക്കെ ചുറ്റി പറഞ്ഞയച്ച ആളുടെ മുണ്ട് കാണാനില്ല. മുണ്ട് എന്തുണ്ടായിന്ന് അറിയില്ല. പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ നിന്നിട്ട് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂപ്പര് അതൊക്കെ ഇരുന്നിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ടൊക്കെ കാണുകയാണ്. കുട്ടികളുടെ വക പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമായിരുന്നിട്ട് ഞാൻ പതുക്കെ പോയി തോണ്ടി വിളിച്ചപ്പോഴും മൈൻഡൊന്നും ഇല്ല കേട്ടോ. പിന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പരിപാടിക്ക്. അപ്പോൾ അത് കാരണം അവൻ എന്നെ പ്രതീക്ഷിക്കാണ്ടാണ് നിൽക്കണത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ അവിടുത്തെ വലിയ കുട്ടികൾ 3ാമത്തെയും 4ാമത്തെയൊക്കെ കുട്ടികളുടെ വക ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു തിരുവാതിരക്കളിയും കൂടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഓവൻ ഓടിപ്പോയിട്ട് മുണ്ടെടുത്തിട്ട് വന്നു. മുണ്ട് എവിടെയാടാ, എന്താണ് മുണ്ട് എടുത്തു വെച്ചിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവന് വയറ് ടൈറ്റായ പോലെ തോന്നിയപ്പോൾ ഊരിയിട്ട് എടുത്തു വെച്ചു എന്നാണ് പറഞ്ഞ കേട്ടോ. എന്നിട്ട് വേഗം എന്നെ കണ്ടതും മുണ്ടൊക്കെ എടുത്തിട്ട് വന്ന് ഞാൻ അവിടെ നിന്നിട്ട് ഉടുപ്പിച്ചു കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് അവർ ഡാൻസ് പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവാതിരക്കളി കേട്ടോ. അത് 4ാം ക്ലാസ്സുകാരുടെ തിരുവാതിരക്കളിയാണ്. 2 ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയതാന്ന് പറഞ്ഞു. എന്തായാലും നന്നായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് പാട്ടൊക്കെ വെച്ചെടുത്ത് മൊത്തം എല്ലാ കുട്ടികളും കൂടി നല്ല അടിച്ചുപൊളി വൈബ്, നല്ല രസമുണ്ടായിരുന്നു. നമ്മളൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഇതുപോലെ ഇല്ല കേട്ടോ. ഓണപരീക്ഷ കഴിഞ്ഞ് സ്കൂൾ പൂട്ടുക അത്ര ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചൊരായിട്ടാണ് ഓണത്തിന് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഞാനൊരു 6, 7 ആ ഒരു സമയത്തൊക്കെയാണ് ഓണപരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 വരെ ഉള്ളൂ. 4ാം ക്ലാസ് പഠിക്കുമ്പോഴൊന്നും നമുക്ക് അങ്ങനെ വലിയൊരു ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് കിട്ടാത്തത് നമ്മുടെ മക്കൾക്ക് കിട്ടണമെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ സദ്യ വിളമ്പാൻ ടീച്ചറുടെ കൂടെ ഞങ്ങളും സഹായിച്ച് അവൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്താൽ നല്ല മക്കളെല്ലാം, നല്ല സ്നേഹമുള്ള മക്കളാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷം മനസ്സിൽ. എല്ലാവർക്കും ഇഷ്ടമാണ്. കുറേ പേരുടെ അമ്മമാരൊന്നും വന്നില്ല. ഞാനും ചേച്ചിയും പിന്നെ 2 വേറെ ആദംഷയുടെ ഉമ്മയും അങ്ങനെ ഞങ്ങൾ 3 ആളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്കൂൾ വിടാറാകുമ്പോഴാണ് 2 പേര് വന്നത് കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ 3 ആളും കൂടി ടീച്ചറും കൂടി ഫുഡൊക്കെ വിളമ്പി കൊടുത്തു. എല്ലാവരും നല്ല സദ്യ കഴിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും വിളമ്പി കൊടുത്ത് അവർ സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ശർക്കരപ്പേരിയും കായവറവുമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം ഇതൊക്കെ നമ്മൾ ഓരോ അമ്മമാർ ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളാണ്. ഓരോ കുട്ടികളുടെ അമ്മമാർ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ കയ്യിൽ പറഞ്ഞു കൊടുത്തു വിട്ടതാട്ടോ. അത് കഴിഞ്ഞ് കുട്ടികളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ ശ്രേയയുടെ ഓണാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വന്നിട്ടുണ്ട്. പിന്നെ ഇത് അമ്മമാർക്കും ശ്രേയയ്ക്കും കൂടിയിട്ട് ഫുഡൊക്കെ വിളമ്പി ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സന്തോഷം. ടീച്ചർ ഞങ്ങളുടെ കൂടെ ഇരുന്നില്ല, കാരണം അവിടെ HM റിട്ടയർഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അതിന് അവരെല്ലാവരും കൂടി ഒരുമിച്ച്, ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കാരണം ടീച്ചർ ഞങ്ങളുടെ കൂടെ ഇരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് വിളമ്പിയൊക്കെ തന്ന് ഞങ്ങൾ നല്ല സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ നല്ല അടിപൊളി സദ്യയായിരുന്നു. ഓരോ വീട്ടിലത്തെ ഓരോ വിഭവങ്ങളല്ലേ, എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പായസത്തിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പായസം പാലട പ്രഥമനായിരുന്നു. അടിപൊളി പായസമായിരുന്നു. എല്ലാതും അടിപൊളിയായിരുന്നു. സദ്യക്ക് അടിപൊളിയായി. പിന്നെ നമ്മൾക്ക് ഓണത്തിൻ്റെ ആ ഒരു വൈബ് നല്ലൊരു സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ടീച്ചർക്കൊക്കെ ഓണാശംസകളൊക്കെ പറഞ്ഞിട്ട് പോരാൻ വേണ്ടി നിൽക്കുകയാണ്. സെക്കിനേച്ചിയും കുട്ടികളും ഒക്കെ കൂടിയിട്ട് വണ്ടിയിൽ വരാൻ പറഞ്ഞിട്ട് അവരെന്നെ വണ്ടിയിലാക്കിയിട്ട് ഞങ്ങൾ കൊണ്ട് പോരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ വണ്ടി വിളിച്ച് നോക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ലേറ്റ് പറഞ്ഞു.
അപ്പോൾ ആ കുട്ടികളെയൊക്കെ സെക്കിനേച്ചിട്ട് അടുത്താക്കി. സെക്കിനേച്ചിയും ജസ്റ്റിയും ജാസറും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെന്നെ എല്ലാവരുടെയും കൂടെ സെക്കിനേച്ചിട്ട് അടുത്താക്കിയിട്ട് ഞങ്ങൾ നടന്നു കേട്ടോ. ഇനി അവർ ഓട്ടോയിൽ അങ്ങനെ വീട്ടിൽ വന്ന് ഇറങ്ങിക്കോളും. അവരെത്തുമ്പോഴത്തേനും ഞങ്ങൾക്ക് വീട്ടിലെത്താമല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോന്നു കേട്ടോ.